Hi friends, Mr. Anda പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വിഷ്ണുദാസ്. ഇന്ന് ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ്. നമ്മുടെ ചാനലിൽ ഇതുവരെ അൺബോക്സ് ചെയ്തതിലെ ഏറ്റവും വില കൂടിയ പ്രൊഡക്റ്റാണ് ഞാൻ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. iPhone 12 Pro Max ആണ് മുകളിൽ. ഇത് 256GB വേരിയൻ്റ് ആണ്, പാസിഫിക് ബ്ലൂ എന്ന കളർ. ഇത് ഞാൻ വാങ്ങിയതല്ല, എൻ്റെ കസിൻ ബ്രദറിൻ്റെ ഫ്രണ്ട് വാങ്ങിയതാണ്. അപ്പോൾ എനിക്ക് അൺബോക്സ് ചെയ്യാൻ വേണ്ടി തന്നതാണ്. അപ്പോൾ ആൾക്കൊരു ബിഗ് താങ്ക്സ്. iPhone 12 ഇറങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 4 മാസത്തോളം ആവാറായി. എന്നിട്ടും കുറച്ച് ലേറ്റ് ആയിട്ടാണ് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത്. കാരണം ഈ സാധനം നമ്മളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ എനിക്ക് ആൾ അൺബോക്സ് ചെയ്യാൻ തന്നുകൊണ്ട് മാത്രമാണ് ഞാനിത് അൺബോക്സിങ് ചാനൽ വെച്ച് തന്നെ. iPhone 12 Pro Maxൻ്റെ ഏറ്റവും ബേസ് വേരിയൻറ്റ് തന്നെ 1,29,900 രൂപ വേരിയൻ്റ്, അതായത് 128GB വേർഷൻ. ഇത് 256GB വേർഷനാണ്. ഇതിനിപ്പോൾ കറൻ്റ് വില 1,39,900 ആണ്. ഇതല്ലാതെ 512GB വേർഷനും ഉണ്ട്, 1,59,900 രൂപ. നിങ്ങളിപ്പോൾ ഒരു HDFC ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഹോൾഡർ ആണെങ്കിൽ നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ 5,000 രൂപ ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഫോൺ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. iPhone 12 മുതൽ ആപ്പിൾ കമ്പനി അവരുടെ ഫോൺ വാങ്ങുമ്പോൾ കൂടെ ചാർജർ കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ തനിയായിട്ട് വാങ്ങണം. ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, ഇത് പുറത്തുനിന്നുള്ളതാണ്, നമ്മുടെ ഇന്ത്യൻ പിന്നല്ല. അപ്പോൾ കാര്യങ്ങളധികം നീട്ടുന്നില്ല. നമുക്ക് ഈ ബോക്സ് ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ കണ്ടൻസ് നോക്കി നോക്കാം. എന്നിട്ട് അതിന് ശേഷം ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ബോക്സിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ ഐഫോണിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഐഫോണിന് എഴുതിയിട്ടുണ്ട്. മുകളിലും താഴെയായിട്ട് ആപ്പിളിൻ്റെ ലോഗോ ഉണ്ട്. പിന്നെ ഏറ്റവും ബാക്ക് സൈഡിൽ ഏതാ മോഡൽ എന്നുള്ളതും അതിൻ്റെ കളറ് പിന്നെ ഏത് വേരിയൻ്റ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മാനുഫാക്ചറിങ് ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടതിൽ ഏറ്റവും സ്ലിം ആയിട്ടുള്ള മൊബൈൽ ബോക്സ് ആയിരിക്കും ഇത്. കാരണം ഇതിൻ്റെ കൂടെ ചാർജർ ഇപ്പോൾ കമ്പനി കൊടുക്കുന്നില്ല. 12 മുതൽ ഇനി അങ്ങനെ ആയിരിക്കുമെന്നാണ് ആപ്പിൾ അവകാശപ്പെടുന്നത്. അപ്പോൾ ഇതിൽ തനിയായിട്ട് ചാർജർ വാങ്ങാൻ നമുക്ക് പല വാട്ട്സിലുള്ള കിട്ടും. ഇത് 5 വാട്ട്സിൻ്റെ ചാർജർ തനിയായിട്ട് വാങ്ങിയതാണ്. ഇത് പുറത്തുനിന്ന് കൊടുന്നുകൊണ്ടാണ് ഈ ഒരു പിന്ന് കിട്ടുക. നമ്മുടെ ഇന്ത്യയിൽ കിട്ടുന്നത് റൗണ്ട് ആയിട്ടുള്ളതാണ്. ഇത് പുറത്തത്തെ US യൂസ് ചെയ്യുന്ന രീതിയിലുള്ള പവർ സോക്കറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. C ടൈപ്പ് ആണ് ഇതിലുള്ളത്. C Type 2 ലൈറ്റ്നിങ് കേബിൾ ആണ്. ഇപ്പോൾ ഇതിൻ്റെ കേബിൾ ഇതിൻ്റെ കൂടെ തന്നെ കിട്ടും. C Type 2 ലൈറ്റ്നിങ് കേബിൾ ആണ് ഇതിലുള്ള വരുന്നത്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. എനിക്കിത് തിരിച്ചാൾക്ക് കൊടുക്കുന്നതുകൊണ്ട് വളരെ മൃദുവായിട്ട് തന്നെ നമ്മൾ ഓപ്പൺ ചെയ്യുന്നതാണ്. മറ്റേ കവർ കുറച്ച് സ്ക്രാച്ച് ഉള്ളതുകൊണ്ടാണ് പഴയതുപോലെ തോന്നുന്നത്. പക്ഷേ അടിപൊളി സിമ്പിളായിട്ടുള്ള പാക്കേജിങ് ആണ്. എടുത്ത പാടെ തന്നെ ഇതാണ് ഫോൺ വരുന്നത്. ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഇത് ബട്ടൺസിൻ്റെ കൊടുത്തിട്ടുണ്ട്. ഇത് മ്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ വേണ്ടിയിട്ടൊരു ഇത് കൊടുത്തിട്ടുണ്ട്. ബട്ടൺ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്ലസ് വോളിയം, പ്ലസ് മൈനസ്, പവർ ബട്ടൺ, പിന്നെ ഇത് ഇവിടെ ചാർജ് ചെയ്യാനുള്ള പോർട്ട് എന്ന രീതിയിലും കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊക്കെ മാറ്റി വയ്ക്കാം. ബാക്കിയുള്ള കണ്ടൻസ് ഒന്ന് നോക്കി നോക്കാം എന്തൊക്കെയാണ്. C Type 2 ലൈറ്റ്നിങ് കേബിളാണ് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. ഇത് മാറ്റി വയ്ക്കാം. പിന്നെ ഉള്ളത് ഡിസൈൻഡ് ബൈ ആപ്പിൾ ഇൻ കാലിഫോർണിയ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് എടുത്തു കഴിഞ്ഞാൽ അതിലാണ് സിം ഇജക്ടർ ടൂൾ ഉള്ളത്. പിന്നെ കുറച്ച് ബുക്സ് ഉണ്ട്, അതായത് മാനുവലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. പിന്നെ ആപ്പിളിൻ്റെ സ്റ്റിക്കർ. നമുക്കിത് തിരിച്ച് ഇതേപോലെ തന്നെ വെക്കാം. നമുക്ക് ഈ സ്റ്റിക്കർ ഒന്ന് ഫീൽ ചെയ്യാം. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. 228 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ്. പിടിക്കുമ്പോൾ തന്നെ അറിയാം ഒരു പ്രീമിയം ഫീല്. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. പാസിഫിക് ബ്ലൂ എന്ന് പറഞ്ഞ കളറാണ്. ഇതിൻ്റെ ബാക്കിലും ഒരു കോട്ടിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. അത് നമുക്ക് പറിച്ച് കളയാൻ പറ്റില്ല. കോട്ടിംഗ് അല്ല, അത് അങ്ങനെ തന്നെയാണ്. സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ആണ്. MI 10T Pro അൺബോക്സിംഗ് ബാക്കിൽ ഗ്ലാസ് പാനലാണെങ്കിൽ കൂടി കൈ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ കൈയിൻ്റെ പാട് വരുന്നുണ്ട്. ഇതിൽ ആ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിലുള്ള ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഓൺ ആക്കിയതിന് ശേഷം നോക്കി നോക്കാം. ഫോൺ ബിൽഡ് ചെയ്തേക്കുന്ന സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫ്രെയിം കൊണ്ടാണ്. ചുറ്റും വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്നത് പവർ ബട്ടൺ. മോഡിൽ ഒന്നുമില്ല, ജസ്റ്റ് പ്ലെയിൻ ആണ്. സൈഡിൽ വരുന്നത് ഒരു ടോഗിൾ സ്വിച്ച് ആണ്, അതായത് സൈലന്റ് ഓൺ ആക്കാനും ഓഫ് ആക്കാനും ഉള്ളത്. അതേപോലെ തന്നെ വോളിയം റോക്കേഴ്സ് അപ്പ് ആൻഡ് ഡൗൺ. അതിന് കുറച്ച് താഴെ വരുന്നത് സിം ട്രേ ആണ്. ഇത് 5G സപ്പോർട്ടഡ് മോഡലാണ്. ഏറ്റവും താഴെ വരുന്നത് ഡുവൽ സ്പീക്കേഴ്സ് ആണ്. അതേപോലെ തന്നെ ലൈറ്റ്നിങ് കേബിളിനുള്ള പോർട്ട്. ഹെഡ്ഫോൺ പോർട്ട് ഇല്ല, ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് തന്നെ യൂസ് ചെയ്യേണ്ടി വരും. ബാക്കും ഫ്രണ്ടും ബിൽഡ് ചെയ്തേക്കുന്നത് കോർണിംഗ് കോർല ഗ്ലാസ് കൊണ്ടാണ്. അതല്ലാതെ ഫ്രണ്ട് സ്ക്രീന് സ്ക്രാച്ച് റെസിസ്റ്റൻറ്റ് സെറാമിക് ഗ്ലാസ് ആണ്. ഒലിയോഫോബിക് കോട്ടിങ് ചെയ്തിട്ടുണ്ട്. ഇതിലുള്ള ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. 3ഉം 12 മെഗാപിക്സലിൻ്റെ ക്യാമറ തന്നെയാണ്. ഒരു 12 മെഗാപിക്സലിൻ്റെ വൈഡ് ആംഗിൾ ലെൻസും, ഒരു 12 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും, ഒരു 12 മെഗാപിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസുമാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഉള്ളത് ലൈഡാർ സ്കാനറാണ്. ലൈഡാർ സ്കാനറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ എൻ്റെ iPad Proയിൽ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് എന്താണ് ലൈഡാർ സ്കാനർ എന്ന്. അത് കണ്ടാൽ മതി. താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. പിന്നെ ഉള്ളത് ഒരു ഫ്ലാഷാണ്. ഫ്രണ്ട് ക്യാമറയും 12 മെഗാപിക്സൽ തന്നെയാണ്. പിന്നെ ബാക്കിയുള്ളതൊക്കെ സെൻസേഴ്സാണ് കാണുന്നത് ഫ്രണ്ടിൽ. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് നോക്കി നോക്കാം. ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് 6.7 ഇഞ്ചിൻ്റെ സൂപ്പർ റെറ്റിന XDR OLED ഡിസ്പ്ലേ ആണ്. ഇതിൻ്റെ ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 1200 nits ആണ്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം പകുതി ബ്രൈറ്റ്നസ് ഞാൻ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് പോലും നല്ല ക്രിസ്റ്റൽ ക്ലിയർ ഡിസ്പ്ലേ ആണ്. ഇപ്പോൾ ഫുൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ ഭയങ്കര ബ്ലീച്ച് ആയിട്ട് വന്നു. അപ്പോൾ പകുതിയിലിട്ട് തന്നെ ഉപയോഗിക്കാം. ഇതിപ്പോൾ കറൻറ്റ്ലി 256GB മെമ്മറിയുള്ള വേർഷനാണ്.
അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് A14 ബയോണിക് ചിപ്പാണ്. അതായത് ആപ്പിളിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചിപ്പ് സെറ്റാണ്. ഇതേ ചിപ്പ് സെറ്റാണ് ഇവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഐപാഡിൽ യൂസ് ചെയ്തേക്കുന്നത്. iPad 8-ൽ. iPad Proയിൽ 812 ആണ് യൂസ് ചെയ്തേക്കുന്നത് ഞാൻ അൺബോക്സ് ചെയ്ത വീഡിയോയിൽ. അതിന് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള പ്രോസറാണ് A14 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ iPad 8-ഉം iPad Pro എടുത്ത് നോക്കുമ്പോൾ കുറച്ചുകൂടി പെർഫോമൻസ് കൂടുതലുള്ള iPad ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ഇറങ്ങിയ iPad 8-നായിരിക്കും. അതേപോലെ തന്നെ ആദ്യമായിട്ടായിരിക്കും ആപ്പിൾ ഒരു ഫോണിൽ 6GB റാം ഇറക്കുന്നത്. റാം കുറവാണെങ്കിൽ കൂടിയും ആപ്പിൾ ഫോൺസ് എന്നും പെർഫോമൻസിൽ മുമ്പിൽ തന്നെയായിരുന്നു. കാരണം അതിൻ്റെ സോഫ്റ്റ്വെയറും കൂടി അതിനനുസരിച്ച് ബിൽഡ് ചെയ്തതാണ് നല്ല സ്മൂത്തായിട്ട് പെർഫോം ചെയ്യാനായിട്ട്. ഇത് 5G സപ്പോർട്ടറാണ്. പിന്നെ ഇതിലുള്ളത് ഡുവൽ ബാൻഡ് വൈഫൈ ആണ്. അതേപോലെ ബ്ലൂടൂത്ത് വേർഷൻ 5.0 ആണ്. NFC അവൈലബിൾ ആണ്. ഇതിൽ ഹെഡ്ഫോൺ പോർട്ടില്ല. ഈ ഫോണിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് 3687 mAh ആണ്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഫോണിൻ്റെ കൂടെ നമുക്ക് ചാർജർ കിട്ടുന്നില്ല. അപ്പോൾ തനിയായിട്ട് ചാർജർ വേറെ വാങ്ങേണ്ടത്. ഇത് 5 വാട്ട്സിൻ്റെ ചാർജറാണ്. 20 വാട്ട്സിൻ്റെ ചാർജർ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ഈ ഫോൺ ചാർജ് ചെയ്യണമെങ്കിൽ 50% നിങ്ങൾക്ക് 30 മിനിറ്റിനുള്ളിൽ ചാർജ് ആവുന്നതാണ്. അതാണ് കമ്പനി അവകാശപ്പെടുന്നത്. അപ്പോൾ ഇത് വയർലെസ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് 15 വാട്ട്സിൻ്റെ ആണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ചാർജറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും ഇത് എത്രത്തോളം ഫാസ്റ്റായിട്ട് ചാർജ് ആവുന്നുള്ളത്. പക്ഷേ iPhone 12 Proയും 12 Pro Maxും തമ്മിലുള്ള മേജർ ഡിഫറൻസസ് എന്ന് പറയുന്നത് ഒന്ന് ബാറ്ററി ആയിരിക്കും. ബാറ്ററിയാണ്. അതേപോലെ തന്നെ ഡിസ്പ്ലേ സൈസ്. പിന്നെ ഇതിൽ എഴുതുന്ന ക്യാമറയിലെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള സെൻസറാണ്. അതേപോലെ തന്നെ സെൻസർ ഷിഫ്റ്റ് സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞ ടെക്നോളജിയും 12 Pro Maxലുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഷെയ്ക്ക് ഒന്നും അനുഭവപ്പെടില്ല. അത് നമുക്ക് ഇനി കുറച്ച് ക്യാമറയുടെ സാമ്പിൾസ് കണ്ടുനോക്കാം. അപ്പോൾ അതിൽ നിന്ന് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം ബെറ്റർ ആണ് ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ എന്നൊക്കെ. അപ്പോൾ നമുക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഈ ക്യാമറയിൽ എടുത്ത് നോക്കി നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യണത് HDR 30 FPS-ലാണ്. ഇതിൻ്റെ ഡിഫോൾട്ട് ഒരു വേറെ സെറ്റിങ്സ് ഒന്നും മാറ്റിയിട്ടില്ല. ക്യാമറ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് അങ്ങനെ റെക്കോർഡിങ്ങിലാണ് കേൾക്കുന്നത് ഇൻറ്റേർണൽ മൈക്കിലൂടെ. ഇതിപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യണത് 4K 30 FPS-ലാണ്. 4Kയുടെ റിയൽ ക്വാളിറ്റി മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ 4K ഔട്ട് എടുത്താൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിന് പകരം ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ HD ഉള്ള വീഡിയോ സൈസിലേക്ക് 4K ആക്കിയിട്ട് അതിന് സൂം ചെയ്ത് കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും ക്വാളിറ്റി ലോസ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് കിട്ടും. ഇപ്പോൾ 4K ഷൂട്ട് ചെയ്യുമ്പോൾ പോലും നമ്മൾ നടക്കുമ്പോഴുള്ള ഷെയ്ക്ക് അധികം ഇതിലേക്ക് ബാധിക്കുന്നില്ല. ഇത് ഷൂട്ട് ചെയ്യുന്ന ഒരു 6-6:15 സമയത്താണ് വൈകിട്ട്. അപ്പോൾ ഇത്തിരി ഇരുട്ട് പോലെ ഉണ്ടാവും. എന്നാലും അത്യാവശ്യം നല്ല ലൈറ്റുള്ള രീതിയിൽ തന്നെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യണത് ഫുൾ HD 30 FPS-ൽ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചിട്ടാണ്. ഇതിലെല്ലാ ക്യാമറയും 12 MP ക്യാമറ തന്നെയാണ്. പക്ഷേ ഇതിൽ ഷൂട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം ജെർക്ക് അനുഭവപ്പെടുന്നുണ്ട്. നടക്കുമ്പോൾ നിങ്ങൾക്ക് ഷെയ്ക്കോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ബാക്ക് ക്യാമറയ്ക്ക് അതില്ല. കാരണം ഇതിൽ ഡിഫോൾട്ടായിട്ട് തന്നെ സ്റ്റെബിലൈസേഷൻ ഉണ്ട്. കേൾക്കുന്നത് ഇൻറ്റേർണൽ ആയിട്ടുള്ള മൈക്കിലെ സൗണ്ട് തന്നെയാണ്. ഇതൊരു വൈകുന്നേരം 6-6:15 ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. എന്നിട്ട് പോലെ നല്ല ക്ലാരിറ്റി ഉണ്ട്. നന്നായിട്ടുള്ള ലൈറ്റും ഉണ്ട്. നമ്മൾ നടന്നു പോകുമ്പോൾ മാത്രമാണ് ഷെയ്ക്ക് ഫ്രണ്ട് ക്യാമറ നന്നായിട്ട് അറിയുന്നത്. ഇപ്പോൾ പാനൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് സ്മൂത്തായിട്ട് തന്നെയാണ് കാണുന്നത്. കുറച്ച് വീഡിയോസും അതേപോലെ തന്നെ ഇതിൻ്റെ പാട്ടും കേട്ടൊക്കെ അതിൻ്റെ ഇതിൻ്റെ സ്പീക്കർ ക്വാളിറ്റി എങ്ങനെയുണ്ട്, അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കി നോക്കാം. ഇപ്പോൾ ഇത് ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോ ആണ് ബിറ്റ് കോയിൻ ട്രേഡിംഗ്. സ്വാഗതം. ഞാൻ വിഷ്ണുദാസ്. ക്രിപ്റ്റോ കറൻസി മാർക്കറ്റും അതിന്റെ ട്രേഡിംഗും ഓൾ ടൈം ഹൈയിലാണ്. ഒരു ബിറ്റ് കോയിന്റെ വില ഏകദേശം $42,000 ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുൾ വോളിയത്തിലാണ്. അതായത് ഇന്ത്യൻ മണിയിൽ 32 ലക്ഷം രൂപ. ഇപ്പൊ കറന്റ് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ പോലും ഒരു ബിറ്റ് കോയിന്റെ വില എന്ന് പറയുന്നത് $33,500 ആണ്. അതായത് 26,80,000 രൂപ. അപ്പോൾ സൗണ്ട് വൈസ് ഇപ്പോൾ വീഡിയോ പ്ലേ ചെയ്യുമ്പോഴുള്ള സൗണ്ട് വൈസ് നല്ല ക്വാളിറ്റി, നല്ല ലൗഡായിട്ടുള്ള വോയിസ് ഉണ്ട്. അതേപോലെ നല്ല ക്ലാരിറ്റി ഉണ്ട്. വീഡിയോസൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാത്തത്തോളം ക്വാളിറ്റി ഉണ്ട് ഈ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ഐഫോണിൻ്റെ ഇത് കാണിക്കേണ്ട ആവശ്യം കൂടി ഇല്ല ക്വാളിറ്റി മനസ്സിലാക്കാൻ. പക്ഷേ ഞാൻ എടുത്ത് കാണിച്ചു എന്ന് മാത്രം. അതേപോലെ തന്നെ സൗണ്ടിൻ്റെ കാര്യത്തിലും എത്രത്തോളം ക്ലിയർ ആയിട്ടുള്ള വോയിസ് ആണ്, ലൗഡായിട്ടുള്ള സ്പീക്കറാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പ്ലേ ചെയ്ത് കാണിച്ചത്. കുറച്ച് കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ള മ്യൂസിക് ഉണ്ട്. നമുക്കതൊന്ന് കോപ്പിറൈറ്റ് ഫ്രീ മ്യൂസിക് എന്ന് കൊടുത്തിട്ട് നമുക്ക് നോക്കി നോക്കാം.
അപ്പോൾ നിങ്ങൾക്ക് മ്യൂസിക് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് ഇതിൻ്റെ സ്പീക്കറിനെന്നുള്ളത്. അപ്പോൾ ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഹെഡ്സെറ്റ് യൂസ് ചെയ്യുക. കാരണം ഇതിന് ഹെഡ്ഫോൺ പോർട്ടില്ല. നല്ല ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് മ്യൂസിക്കും വീഡിയോസൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽ റിവ്യൂ ആയിട്ട് കൂട്ടാൻ പറ്റില്ല ഈ ഫോണിൻ്റെ. ഇത് വെറും ഫസ്റ്റ് ഇംപ്രഷൻ അതേപോലെ തന്നെ അൺബോക്സിംഗ് വീഡിയോ മാത്രമാണ്. ഈ ഫോൺ എനിക്ക് വെറും 2-3 മണിക്കൂറത്തേക്ക് കൈ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടി സമയം കിട്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ പെർഫോമൻസ് റിവ്യൂ കൂടി നോക്കാമായിരുന്നു. കാരണം ഇത് നമ്മൾ ഗെയിം കളിക്കുമ്പോൾ എത്രത്തോളം പെർഫോമൻസ് ഉണ്ടെന്നൊന്നും നോക്കിയിട്ടില്ല. ഇതിന് മുന്നത്തെ iPad Proയുടെ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ചെയ്തതാണ്. അതായത് എഡിറ്റിംഗ് ചെയ്യാൻ പറ്റുമോ, അതേപോലെ തന്നെ ഗെയിംസ് കളിക്കാൻ എങ്ങനെയുണ്ട്, അതേപോലെ തന്നെ ക്യാമറ എങ്ങനെയുണ്ട്, സ്ക്രീൻ എങ്ങനെയുണ്ട്, എല്ലാ കാര്യം നമ്മൾ ടെസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ കവർ ചെയ്യാൻ പറ്റുന്നിടത്തോളം കിട്ടിയ സമയം കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. ക്യാമറ സാമ്പിൾസ് നോക്കിയിട്ടുണ്ട്. അതായത് സ്ലോ മോഷൻ എങ്ങനെയുണ്ട്, അതേപോലെ തന്നെ നോർമൽ വീഡിയോ, 4K വീഡിയോ സ്റ്റെബിലൈസ്ഡ് ആണോ അല്ലയോ, പിന്നെ അതേപോലെ തന്നെ പോർട്രേറ്റ് ഫോട്ടോസ്, നോർമൽ ഫോട്ടോസ്, ക്യാമറ വൈസ് വെച്ച് നോക്കുമ്പോൾ നല്ല അടിപൊളി ഫോട്ടോസും വീഡിയോസും തന്നെ കിട്ടിയിട്ടുണ്ട്. അത് ഷൂട്ട് ചെയ്യുന്നത് വൈകിട്ട് ഒരു 6-6:15 സമയത്താണ്. എന്നിട്ട് കൂടി നല്ല ലൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ലോ ലൈറ്റ് പെർഫോമൻസ് വളരെ ബെറ്റർ ആയിരിക്കും ക്യാമറയിൽ. അതേപോലെ തന്നെ 12 Pro Maxൽ മാത്രമാണ് സെൻസർ ഷിഫ്റ്റ് സ്റ്റെബിലൈസേഷൻ എന്ന ടെക്നോളജി ആപ്പിൾ യൂസ് ചെയ്തേക്കുന്നത്. അത് കാരണം കുറച്ചുകൂടി സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള വീഡിയോസാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഫോൺ നമുക്ക് തിരിച്ചു കൊടുക്കണം. അതുകൊണ്ടാണ് വീഡിയോ ഇത്രയും ചുരുങ്ങിപ്പോയത്. ഡീറ്റെയിൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കവർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫോൺ വീണ്ടും കൈ കിട്ടുകയാണെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ റിവ്യൂ ചെയ്യുന്നതാണ്. അതിൽ നമുക്ക് പെർഫോമൻസ്, അതായത് കുറച്ചുകൂടി ഗെയിംസ് കളിക്കുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കുക. അതേപോലെ തന്നെ ക്യാമറയുടെ കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ടുള്ള രീതിയിലുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ 12 Proയും 12 Pro Maxും തമ്മിലുള്ള മേജർ ഡിഫറൻസസ് എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് സ്ക്രീനിൻ്റെ സൈസാണ്. ഇത് 6.7 ആണ് സ്ക്രീനിൻ്റെ സൈസ്. iPhone 12 Proയിലുള്ളത് 6.1 ഇഞ്ച് സ്ക്രീൻ. അതേപോലെ തന്നെ ബാറ്ററി കപ്പാസിറ്റി ഇത് 3500 മേലെയാണ് ബാറ്ററി കപ്പാസിറ്റി. 12 Proയിലുള്ളത് 2815 mAh ആണ്. പിന്നെയുള്ള ഡിഫറൻസ് വന്നേക്കുന്നത് ക്യാമറയിലാണ്. 12 Pro Maxൽ മാത്രമാണ് സെൻസർ ഷിഫ്റ്റ് സ്റ്റെബിലൈസേഷൻ എന്ന ടെക്നോളജി യൂസ് ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ കുറച്ചുകൂടി വലിയ സെൻസറാണ് ഇതിലുള്ളത്. പിന്നെയുള്ള ഡിഫറൻസ് എന്ന് വെച്ചാൽ വലിയ സ്ക്രീൻ ആയതുകൊണ്ട് കുറച്ചുകൂടി വെയിറ്റ് കൂടിയ മൊബൈൽ ഇത് തന്നെയാണ്. ഇത് 228 ഗ്രാമാണ് വരുന്നത്. 12 Pro വരുന്നത് 189 ഗ്രാമാണ്. പക്ഷേ ബാക്കി വരുന്ന എല്ലാ കാര്യങ്ങളും സെയിം തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് അറിയാവുന്ന ആപ്പിൾ ഫാൻസിന് ഈ വീഡിയോ തീർച്ചയായിട്ടും ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഓൺ എനേബിൾ ആക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലത്തെ അൺബോക്സിംഗ് റിവ്യൂ വീഡിയോസ്, അതേപോലെ തന്നെ ആപ്സിൻ്റെ റിവ്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനടി വരികയുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.